Hello everyone, welcome back to my channel. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നേന്ത്രപ്പഴവും അണ്ടിപ്പരിപ്പും കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇതിന് അധികം ചേരുവയൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം ഞാൻ 2 നേന്ത്രപ്പഴം പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് തേങ്ങ ചിരവിയത്, 1/4 കപ്പ് ശർക്കര ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്, 1/4 കപ്പ് വറുത്ത ചുവന്ന അവിലില്ലെങ്കിൽ വെളുത്ത അവിലുണ്ടായാലും മതിയാവും, ക്രഷ് ചെയ്ത കാഷ്യൂ 1/2 കപ്പ്, 1/2 ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചത്, 1/4 ടീസ്പൂണ് ജീരകം എല്ലാം ചേർത്ത് നമുക്ക് ഇതിനെ നന്നായി ഇതുപോലെ ഉടച്ചു കൊടുക്കാം. നന്നായി ഒടിച്ചതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചതിന് ശേഷം ഇതിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കി ഇതുപോലെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ആക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഫ്രൈയിങ് പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കി നമ്മുടെ സ്നാക്ക് ഇതിലേക്ക് ഞാൻ ഓരോന്നായി വെച്ച് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഒരു സൈഡ് നല്ല ഫ്രൈ ആയി വരുമ്പോൾ മറ്റേ സൈഡിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പഴവും കാഷ്യൂസും കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റി സെർവ് ചെയ്യാം. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഈ സ്നാക്ക് നിങ്ങളുടെ വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് നല്ല ടേസ്റ്റുമുള്ള ഒരു സ്നാക്കാണ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സുമായി മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ഗുഡ് ബൈ.